ചെയ്യുന്നു. ദിവസമല്ലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസല്ലായിരിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് നമ്മുടെ മധ്യയിൽ പുതുതായിട്ട് അനേകം പേര് കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പൽക്കാലം നമ്മൾ വായിക്കുവാൻ ഇടയായി തീർന്നത് 120 സങ്കീർത്തനമാണ്. അതിൻ്റെ ഹല്ലേലൂയ ഹെഡിങ്ങിൽ ആരാ എഴുതിയെന്ന് കാണുന്നില്ല എങ്കിലും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് കാണുവാനിടയായിത്തീരും. ഏകദേശം 52 സങ്കീർത്തനത്തോട് ചേർന്നുള്ള സങ്കീർത്തന ഭാഗങ്ങളാണ് 120 സങ്കീർത്തനത്തിലും കാണുവാനിടയായിത്തീരുന്നത്. സങ്കീർത്തനം ചെറിയൊരു അധ്യായമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിൻ്റെ ബലത്തിൻ്റെ വാക്കുകളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. Can you read in English also? ആമേൻ. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഹല്ലേലൂയ, എൻ്റെ കഷ്ടതയിൽ ഞാൻ എല്ലാവരും പറഞ്ഞേ യഹോവയോട് നിലവിളിച്ചു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ ഓടിച്ചെന്ന് ആശ്രയം പ്രാപിക്കുവാൻ യേശുവിൻ്റെ പാദപീഠം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും മാതാപിതാക്കൾ എടുത്ത് ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ, വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ? ഓടിച്ചെന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അപ്പച്ചൻ്റെ പാദപീഠം ചെന്ന് പറയുമ്പോൾ അത് ഏറ്റവും ആശ്വാസത്തിന്, വിടുതലിന് കാരണമായി തീരുവാനിടയായി തീരും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ കഷ്ടത കടന്നു വന്നപ്പോൾ ഞാൻ ദൈവസന്നിധി വിട്ട് പുറകോട്ട് പോയില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്നുകൂടെ അടുത്ത് വരുവാനിടയായി തീർന്നു. കഷ്ടത വരുമ്പോൾ നമ്മുടെ ദൈവം ദൂരത്ത് നിൽക്കുന്ന ദൈവമല്ല, ആ ദൈവം നമ്മോട് സമീപസ്ഥനായി കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സ്തുതിക്കുന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവം ജീവനുള്ള ദൈവമാണ്. ഇന്ന് ആരാധന മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് അത് രുചിച്ചറിയുന്നു? കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ കടന്നു വന്നാൽ അവരുടെ മധ്യത്തിൽ ആ ദൈവം കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ പ്രസൻസ്, ആ സാന്നിധ്യം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യേ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ അറിഞ്ഞാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്തുമാത്രം ആഗ്രഹത്തോടെ, ആവലോടെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ, ദൈവത്തിന് ചിലത് പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ കടന്നു വന്നാൽ ദൈവം അതുപ്രകാരം നമുക്ക് നിറച്ച് നമ്മളെ വഴി നടത്തുവാനിടയായി തീരും. ഇവിടെ കഷ്ടതയിൽ കടന്നു വന്നിട്ട് ദൈവത്തോട് നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അവൻ എനിക്ക് ഉത്തരം അരുളുകയും എല്ലാവരും പറഞ്ഞേ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉത്തരമള്ളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. കഴിഞ്ഞ നാൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രാർത്ഥന വിഷയങ്ങളുണ്ടായിരുന്നു. കുന്നുപോലെ, ഹല്ലേലൂയ, മല പോലെ കൂട്ടിയിടാൻ നോക്കിക്കഴിഞ്ഞാൽ, പുറകോട്ടിറങ്ങി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്രായം മുതൽ ഇതുവരെയും അനേക പ്രാർത്ഥന വിഷയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവമായ കർത്താവ് എന്നറിയാമോ, അത് ഓരോന്നും തക്ക സമയമായപ്പോൾ അതിനൊക്കെ മറുപടി നൽകുവാനിടയായി തീർന്നു. മറുപടി നൽകിയെങ്കിൽ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ആ ദൈവസ്ഥലിൽ വീണ്ടും അപേക്ഷയോടെ, പ്രാർത്ഥനയോടെ, ദൈവകൃപയോടെ അടുത്ത് വരുമ്പോൾ ദൈവസ്ഥലിൽ ചിലത് പ്രാപിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. വലിയ പ്രത്യാശയോടെ, വലിയ ആകാംക്ഷയോടെ നമുക്ക് ദൈവസ്ഥലിലായിരിക്കാം. ഹല്ലേലൂയ. 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, വ്യാജമുള്ള ദിനങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വഞ്ചനയുള്ള നാവേ, നിനക്കെന്ത് വരും? നിനക്കിനി എന്ത് കിട്ടും? Deliver my soul from lying lips and from a deceitful tongue. What shall be given unto thee, or what shall be done unto thee, though false tongue? ഇവിടെ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നത് വഞ്ചനയുള്ള അധരവും, ഹല്ലേലൂയ, വഞ്ചനയുള്ള നാവും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് കാണുവാൻ പാടില്ല. കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവസ്ഥലിലേക്ക് ഉപസിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി തീർന്നു. ഈ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. ദൈവമക്കളാവുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ, വഞ്ചനയുള്ള, ഹല്ലേലൂയ, അധരവും വഞ്ചനയുള്ള നാവിനെയും നമ്മൾ തടുക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വഞ്ചന കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാവിൽ കൂടെ കടന്നു വരുന്നതിന് മുൻപേ അതിനെ സ്റ്റോപ്പ് ചെയ്യുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വഴിയിലൂടെ നമ്മുടെ നാവിനെ എടുത്ത് ഉപയോഗിപ്പാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അത് നോക്കുവാനിടയായി തീരും. സർവ്വഹൃദയങ്ങളെയും ആരായുന്ന ദൈവത്തിൻ്റെ മുൻപാകെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയത്തെയും നോക്കും. ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടാണ് നമ്മൾ നാവ് കൊണ്ട് അത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദുഷ്ടചിന്താദികളും ദുഷ്ടമാകുന്ന ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് ഹൃദയത്തിൽ വെച്ച് തന്നെ നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുവാനിടയായി തീരണം. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അല്ല, നാവിനെ തടഞ്ഞ് എൻ്റെ പ്രാണനെ
രക്ഷിക്കണമേ. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ വാഞ്ചനയുള്ള നാവും അതരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവന് പോലും നമ്മുടെ ലൈഫിന് പോലും അത് ത്രട്ടനായി തീരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥലാണ് നമ്മൾ ആയിരിക്കുന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പഴയ നിയമ കാലത്തൊക്കെ ആയിരുന്നുവെങ്കിൽ, മോശയുടെ കാലത്തായിരുന്നെങ്കിൽ, നമ്മൾ തെറ്റ് പറയുമ്പോൾ, കള്ളം പറയുമ്പോൾ അന്നേരം തന്നെയായിരുന്നു ന്യായവിധി കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയ്ക്കെതിരെ പിറുവിർത്ത ഹല്ലേലൂയ മിരിയാം തന്റെ സഹോദരിയാണ് കുഷ്ഠം അന്നേരം കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. പാളയത്തിൽ നിന്ന് അനേകം പേര് മാറ്റപ്പെടുവാനിടയായി. ഭൂമി രണ്ടായി പിളർന്ന് നാദാവിന് കൂട്ടരെ ഹല്ലേലൂയ കോരഹെ കൂട്ടരെയും വിഴുങ്ങുവാനിടയായി തീർന്നു. പുതിയ കാലഘട്ടങ്ങളിൽ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമായതുകൊണ്ട്, മഹാദൈവമുള്ള ദൈവമായതുകൊണ്ട് പലപ്പോഴും നമുക്ക് നീക്കുപോക്ക് തന്നെ നൽകുവാനിടയായി തീരും. മൂന്നാമത്തെ വാക്യം പറയുന്നത്, വാഞ്ചനയുള്ള നാവേ നിനക്ക് എന്ത് വരും, അത് നിനക്ക് എന്ത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വഞ്ചനയുള്ള നാവ് നമ്മൾ മാറ്റിക്കളയുവാനിടയായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സമാധാനദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. ഞാൻ സമാധാനപ്രിയനാകുന്നു. ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. ഇംഗ്ലീഷ് വായിച്ചപ്പോൾ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ സങ്കീർത്തന കാലം പറയുന്നത്, സമാധാന ദോഷിയുടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി. സമാധാനമില്ലാതെ ആൾക്കാരുടെ പാർക്കുന്നതിനെക്കാട്ടിലും സമാധാനം ഉള്ള ആൾക്കാരുടെ പാർക്കുന്ന നല്ലതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാർ പറയുന്നത്, ഞാൻ എങ്ങനെയാകുന്നു, സമാധാന പ്രിയനാകുന്നു. ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും സമാധാനം ആഗ്രഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സമാധാനത്തിന് പ്രിയം വയ്ക്കുവാനിടയായി തീരണം. അന്നേരം കൂടുതൽ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരും. ഇന്ന് പൽക്കാലം നമ്മൾ അല്പമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പീസിനെ പറ്റിയാണ്, സമാധാനത്തെ പറ്റിയാണ്. ലോകത്തിൽ അനേകം പേർക്ക് സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ, സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് സങ്കീർത്തനക്കാരോട് പറയുന്നത്, ദൈവമക്കളാവുന്ന നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സമാധാനം ഹല്ലേലൂയ അത് ഇറങ്ങി വരുവാനിടയായി തീരും. നമുക്കെല്ലാവർക്കും പലവിധമാകുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഓരോന്നൊക്കെയുണ്ട് വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ആ ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങി വരുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, മാറിപ്പോകുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നമ്മളെ ആശ്വസിപ്പിച്ചാൽ അതിന് പരിധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ ആശ്വാസമുണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ വേദനയും ഭാരങ്ങളെയും എല്ലാം എടുത്തു മാറ്റുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നമ്മൾ നിറയുവാനിടയായി തീരും. ഇന്ന് പൽക്കാലം ദൈവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സമാധാനത്തിൻ്റെ ആഴങ്ങൾ ചെന്ന് നമ്മൾ എത്തുവാനിടയായി തീരും. ഒരു തണുപ്പ് പ്രാപിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമാധാനം എന്നുള്ള വാക്കിന് ഹീബ്രുവിൽ ഷാലോം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2 യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ ഹല്ലേലൂയ അവർ പറയുന്ന വാക്കാണ് ഹല്ലേലൂയ ഷാലോം എന്നുള്ള വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് അവർ തിരിച്ച് ഹല്ലേലൂയ പറയുവാനിടയായി തീരും, ശാലേം അലേഹം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ദൈവമക്കൾ അങ്ങോട്ട് ഇനി കാണുമ്പോൾ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നുവെങ്കിൽ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് അല്പമായി നോക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ലോക രാജ്യങ്ങളിൽ പോലും UN എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന ഹല്ലേലൂയ ഒരു സംഘടനയുണ്ട്. അമേരിക്കയിൽ അതിൻ്റെ ആസ്ഥാനമുണ്ട്. ലോക രാജ്യങ്ങളിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ UN ഇടപെടാറുണ്ട്. എന്നാൽ പല സമയത്തും അവർക്ക് പോലും ഓരോ രാജ്യങ്ങൾക്ക് സമാധാനം കൊടുക്കുവാൻ പറ്റത്തില്ല. നമുക്കറിയാം ഇപ്പോഴും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അനേക രാജ്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്കും പ്രവർത്തിക്കാനൊരു പരിധിയുണ്ട്. എന്നാൽ നമ്മുടെ ദൈവമുണ്ടല്ലോ, എല്ലാത്തിനും ഉപരി മീതെയുള്ള ദൈവമാണ്. അവനായിട്ട് ചെയ്യാത്ത ഒരു കാര്യവുമില്ല. എല്ലാ രാജ്യങ്ങളിലും എല്ലാത്തിൻ്റെയും കടിഞ്ഞാണ് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. സമാധാനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു യാഗമാണ്. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിൻ്റെ പ്രമാണമാണിത്. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. ആമേൻ. പഴയ നിയമ കാലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, സമാധാന യാഗം, അനേക യാഗങ്ങളുണ്ട്. അതിനകത്ത് ഒരു യാഗമാണ് സമാധാന
യാഗം എന്ന് പറയുന്നത്. ആൾക്കാർ സമാധാനമില്ലാതെ വരുമ്പോൾ അവർക്ക് സമാധാനം അർപ്പിക്കുവാൻ വേണ്ടി ഒരു ഹല്ലേലൂയ പുരോഹിതൻ എന്ത് ചെയ്യും? ഒരു യാഗം അർപ്പിക്കുവാനിടയായി തീരും. സമാധാന യാഗം ഉണ്ടാകുവാനിടയായി തീരും. അതെങ്ങനെ അർപ്പിക്കണം? അതിനെ സ്തോത്രമായി എന്ത് ചെയ്യണം? അർപ്പിക്കണം. ഇന്ന് പൽക്കാലം ആരുടെയും ഹൃദയത്തിൽ അതിൽ സമാധാനമില്ല എങ്കിൽ ആ പഴയ നിമിത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് അറിയാമോ? സ്തോത്രം ഉരുടുവാനിടയായി തീരണം. എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്തോത്രം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. അതൊരു യാഗമാണ്. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവസ്ഥലിൽ കടന്നു വന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് പറയിക്കുന്ന സ്തോത്രമല്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവമായിട്ട് ഉറ്റിരിക്കുമ്പോൾ, ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സ്തോത്രമെന്ന് ഹല്ലേലൂയ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു യാഗമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആ സ്തോത്രത്തോടെ ദൈവസ്ഥനിലേക്ക് അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് അതിനുമേൽ പ്രസാദം ഇറങ്ങി വരുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ യാഗങ്ങളൊക്കെ കാണുന്നത് കുറുപ്രാവിനെയും കുയിലിനെയും ഹല്ലേലൂയ പുളിപ്പില്ലാത്ത അപ്പവും ഹല്ലേലൂയ സ്തോത്രം എണ്ണയും പല കാര്യം മാവും പലതൊക്കെ ദൈവസ്ഥനിൽ അർപ്പിക്കാറുണ്ട്. എന്നാൽ പുതിയ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടിയത് നമ്മളെ ഓരോരുത്തരെയുമാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് നമ്മൾ കൂടാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ യാഗമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആ തേജസ് ഇറങ്ങി വരുവാൻ ഇടയായി തീരും. സങ്കീർത്തനം 4-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Psalms 4:8. ഞാൻ സമാധാനത്തോടെ കിടന്നിറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ലോകത്തിൽ അനേകം പേർക്ക് സമാധാനമില്ലാതെ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഒക്കെ കഴിക്കാറുണ്ട്, ഉറക്ക ഗുളികളൊക്കെ കഴിക്കാറുണ്ട്. എന്നാൽ ഒരു ദൈവവേദയിൽ ദൈവസന്നിധിയിൽ ആശ്രയം പാലിക്കുന്ന വ്യക്തിക്ക് ഇവിടെ വായിക്കുന്ന അറിയാമോ? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. അനേകം പേരുടെ സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ തലവേദനയായി തീരുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ലോകരാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിലൊക്കെ അസമാധാനം സംഭവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരു ദൈവവേദയിൽ പറയുവാനിടയായി തീരും. എന്തെല്ലാം പ്രശ്നമോ പ്രതികൂലമുണ്ടായാലും എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാനിടയായി തീരും. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം എനിക്ക് ആശ്രയമുണ്ട്, ദൈവം എനിക്ക് അഭയസ്ഥാനമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവസ്ഥലിൽ മുന്നേറുവാനിടയായി തീരും. 37-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഈ സമാധാനം എങ്ങനെ നേടാൻ പറ്റുമെന്ന് അല്ലെ നമുക്ക് ചിന്തിപ്പാനിടയായി തീരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് സൗമ്യതയുള്ളവർക്ക് ഈ സമാധാനം ലഭിക്കുവാനിടയായി തീരും. ഇന്ന് പൽക്കാലം ദൈവസന്നിധി സൗമ്യതയുടെ ആത്മാവിനെ പ്രാപിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദേഷ്യങ്ങൾ, വിദ്വേഷങ്ങൾ, വൈരാഗ്യങ്ങൾ അങ്ങുള്ളവർക്ക് പലർക്കും പലപ്പോഴും ഹൃദയത്തിന് സമാധാനമില്ല. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ഹൃദയം അല്ല എപ്പോഴും ഒരു ഓൾക്കാന പോലെ അല്ല എപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ട് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുവാനിടയായി തീരും. ഏത് സമയത്ത് അത് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ വായിക്കുന്നത് സമാധാനത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുവാനിടയായി തീരും. സമാധാനത്തിൽ ലെവലുണ്ട്. അത് കഴിയുമ്പോൾ ഒരു സമൃദ്ധി ഉണ്ടാകും, ഒരു ഓവർഫ്ലോ ഉണ്ടാകുവാനിടയായി തീരും. അത് നമുക്ക് മാത്രമല്ല, ആ സമാധാനം നമ്മൾ മറ്റുള്ളവർ കൂടെ കൊടുക്കുവാനിടയായി തീരും. താഴോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനിടയായി തീരും. ആ സമാധാനം നമുക്ക് ലഭിച്ച സമാധാനം ഉണ്ടല്ലോ, നമ്മൾ മാത്രം ഒതുക്കി വയ്ക്കുവാനല്ല, അതെന്ത് ചെയ്യണം? മറ്റുള്ളവർ കൂടെ കൊടുക്കുവാനിടയായി തീരും. സമാധാന സമൃദ്ധിയിൽ ഒരു ആനന്ദം, ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനിടയായി തീരും. 122-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം നോക്കാം. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം യെരൂശലേം, ഇസ്രായേൽ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഹല്ലേലൂയ. പ്രേ ഫോർ ദ പീസ് ഫോർ ജെറുസലേം. ഹല്ലേലൂയ. യെരൂശലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചുറ്റുപാടുള്ള രാജ്യങ്ങളോട് യുദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് ആ രാജ്യത്തെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ആ ദേശത്തിന് അനേകം പേര് വിടുവിക്കപ്പെടുവാൻ, അനേകം പേര് ദിവസങ്ങളിലേക്ക് കടന്നു വരുവാൻ, ഒരു സമാധാന സന്തോഷം ആ ദേശത്തുണ്ടാകുവാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. Isaiah chapter 9 verse 6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിളിച്ചു പറയുന്ന ഒരു ദൈവത്തിൻ്റെ ശബ്ദമാണ്. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്നറിയാമോ? ആധിപത്യം അവൻ്റെ തോളിലുണ്ട്. അവനാരാണ്? അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. അത് മാത്രമല്ല സമാധാനത്തിൻ്റെ
എല്ലാവരും ഒന്ന് പറഞ്ഞേ, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ പീസ് മേക്കറാണ്. ഹല്ലേലൂയ, അവൻ സമാധാനം നൽകുന്ന യഹോവയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിലെ രാഷ്ട്രന്മാർ, തലവന്മാർ, പല ആൾക്കാർ സമാധാനം സമാധാനം എന്നൊക്കെ പറയും. അവർക്ക് പോലും സമാധാനമില്ലാതിരിക്കുമ്പോൾ, ദേശങ്ങൾ രാജ്യങ്ങളില്ലാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവുണ്ടല്ലോ, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ സമാധാനത്തിൻ്റെ പ്രഭു, ഹല്ലേലൂയ, യെരൂശലേമിൽ ജനിക്കുവാനിടയായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. എന്തിനറിയാമോ? നമുക്ക് ഓരോരുത്തർക്കും സമാധാനവും സന്തോഷം നൽകുവാൻ യേശു നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ജനിക്കുവാനിടയായി തീർന്നു. കാലിത്തൊഴുത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, മറിയയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് വേണ്ടി ഉരുവാകുവാനിടയായി തീർന്നു. നമുക്ക് ഓരോരുത്തർക്കും സമാധാനം നൽകുവാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പറ്റി പറയുന്നത്, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ആ സമാധാനത്തിൻ്റെ പ്രഭു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവന്റെയും സമാധാനത്താൽ നിറയപ്പെടുവാനിടയായിത്തീരും. ഈ ലോകപ്രകാരം ജീവിക്കുന്ന അനേകം പേരുണ്ട്. പാപികളായി, കുറ്റവാളികളായി ജീവിക്കുന്ന അനേകം പേര് ജയിലിൽ അടയ്ക്കാറുണ്ട്. അവരുടെ അടുത്ത് ഈ സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ, അവർ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം ഇറങ്ങി വരുവാനിടയായിത്തീരും. എന്നറിയാമോ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, ഹല്ലേലൂയ, ആ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരെന്ത് ചെയ്യുന്നറിയാമോ? ദൈവകൃപയിൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കാം. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ട്, യജമാനനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അവിടെ ദാനിയേൽ പറയാണ്, ഏറ്റവും പ്രിയ പുരുഷ, നീ എന്ത് ചെയ്യേണ്ട? ഭയപ്പെടേണ്ട. ആരെങ്കിലും ഭയത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവശബ്ദം വിളിച്ചു പറയുകയാണ്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നറിയാമോ? ഹല്ലേലൂയ, ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അനേകം പേര് പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ചിലപ്പോൾ അത് രോഗമായിരിക്കാം, അല്ലെങ്കിൽ അത് വേദനയായിരിക്കാം, ചില ആൾക്കാർ അങ്ങോട്ടും കൊല്ലുന്നതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മദ്യത്തിനും മയക്കുമരുന്ന് അടിമയായി ജീവിക്കുന്ന ആൾക്കാരുടെ, ഹല്ലേലൂയ, മാതാക്കളും പിതാക്കളും, ഹല്ലേലൂയ, വളരെ വേദനയോടാണ് കഴിയുന്നത്. എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുന്നത് അവർക്ക് അറിയത്തില്ല. പ്രൈസ്. നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരുമ്പോൾ, അവർക്ക് മയക്കുമരുന്ന് കിട്ടാതിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് മറ്റുള്ളവരെ കൊല്ലുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവം പറയുന്ന, ഏറ്റവും പ്രിയ പുരുഷ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവിക സമാധാനം ദാനിയേലിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുവാനിടയായി. ആ സമാധാനം ലഭിച്ചു കഴിഞ്ഞാൽ നീ ബലപ്പെട്ടിരിക്കുക, ബലം പ്രാപിക്കുക എന്ന് പറഞ്ഞു. എന്നോട് സംസാരിച്ച് ഞാൻ കേട്ടപ്പോൾ എന്തറിയാമോ? ഞാൻ ബലപ്പെടുവാനിടയായി തീർന്നു. ദൈവം നമ്മോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമുക്ക് ബലം പ്രാപിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് പൽക്കാലം നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കുവാനിടയായിത്തീരുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ ലോകത്തിൽ കർത്താവായ യേശു കർത്താവായിരുന്നു പറഞ്ഞതാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കുടുംബത്തിലാകട്ടെ, ആദ്യം നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയം ദുഷ്ടനെ പോലെ കലങ്ങി മറിയുവാനിടയാകരുത്. രണ്ടാമത് നമ്മുടെ കുടുംബത്തിലായിരിക്കണം, നമ്മുടെ ദേശത്തായിരിക്കണം, സഭയിലായിരിക്കണം, നമ്മൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കണം. അത് നമ്മുടെ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുവാനിടയായി തീരും ആ സമാധാനം. ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കാം. കർത്താവ് യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ മേലിൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ആമേൻ. 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്ന് പറയുവീൻ. നമ്മൾക്കിടെ സമാധാനം, ആ സ്വർഗീയ സമാധാനം നമ്മുടെ വീട്ടിലുണ്ട്. ആ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ആ സമാധാനം വഹിച്ചുകൊണ്ട് ഓരോ വീട്ടിൽ സമാധാനമില്ലാത്ത വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം പറയേണ്ടത് നിങ്ങൾക്ക് സമാധാനം, ശാലോം എന്ന വാക്ക് പറയുമ്പോൾ അവരുടെ വീട്ടിൽ എന്തറിയാമോ? ആ സമാധാനം ഉണ്ടാകുവാനിടയായിത്തീരും. ആ ഭവനത്തിൽ ഏതെങ്കിലും ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ ആ സമാധാനം അവിടെ
നിലനിൽക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഏത് വീട്ടിൽ ചെന്നാലും എന്ത് ചെയ്യണം? ഈ വീടിന് സമാധാനം എന്ന് പറയുവാനിടയായിത്തീരും. എങ്ങനെ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കണം? ലൂക്കോസ് 10:5-6 വാക്യങ്ങൾ, അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ മേൽ വസിക്കും, ഇല്ല എങ്കിലോ നിങ്ങളുടെ കൂടെ മടങ്ങി വരുവാനിടയായിത്തീരും. ദൈവം ഓരോ ഭവനത്തിലും ഓരോ സമാധാന പുത്രന്മാരെ കണ്ടുവച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പകർന്നിരിക്കുന്ന സമാധാന സന്തോഷവും, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, ചുറ്റുപാടുമുള്ള ഇടങ്ങളിലുണ്ട്. ആ ദൈവിക സമാധാനം മറ്റുള്ള ഹൃദയത്തിലേക്ക് പകരുവാൻ വേണ്ടിയാണ് ദൈവം കാലാകാലഘട്ടങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നത്, വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കുവാനല്ല, ആ ദൈവിക സമാധാനം മറ്റുള്ളിലേക്ക് പകരുവാൻ ഹല്ലേലൂയ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അധികം കൃപ പ്രാപിച്ച് ദൈവസ്ഥലിൽ നമുക്ക് മുന്നേറുവാൻ ഇടയായി തീരും. യോഹന്നാൻ സുവിശേഷം 14-ാം 27 വാക്യം വായിക്കാം. 27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ ലോകത്തിൽ കർത്താവ് യേശു കർത്താവ് പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പറയുവാനിടയായി. യേശു ഇത്രയും നാൾ അവർ കൂടെ ഉണ്ടായിരുന്നു. യേശു കടന്നു പോകുമ്പോൾ അവിടെ ഹൃദയം കലങ്ങുവാൻ തുടങ്ങി, വിഷമിക്കുവാൻ തുടങ്ങി, ഭാരപ്പെടുവാൻ തുടങ്ങി. യേശു കർത്താവ് അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ. 2025 വർഷം മുൻപ് നമുക്ക് വേണ്ടി ആ സമാധാനം തന്നേച്ചു പോയ കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ആ സ്വർഗീയ സമാധാനം നമ്മൾ ഓരോരുടെ ഹൃദയങ്ങളും വാഴുവാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ശിഷ്യന്മാർക്ക് പറയാണ്, ഞാൻ നിനക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം. ഹല്ലേലൂയ, അത് തന്നേച്ചു പോവുകയാണ്. ആർക്കും അതിനെടുക്കുവാൻ പറ്റുന്നില്ല. ലോകത്തിന് തരാത്ത സമാധാനം, ലോകത്തിന് തരാത്ത സന്തോഷം, ആ ദൈവിക ഹല്ലേലൂയ ആ പീസ് ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമാറാകട്ടെ. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഏതെങ്കിലും കോർണറിലോ സമാധാനമില്ലാതെ ഏതെങ്കിലും അംശം കിടപ്പുണ്ടെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ സമാധാനം ഇറങ്ങി ചെല്ലുമ്പോൾ പൂർണ്ണമായ ദൈവസന്നിധിയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ലോകം തരുന്നതല്ല. ലോകത്തിൽ എവിടെ പോയാലും ലോകത്തിലെ സമാധാന സന്തോഷം, ലോകത്തിൽ ഫിലിം കണ്ടാലോ എൻജോയ്മെൻറ്റ് കടന്നു പോയാലോ അല്പനേരത്തേക്ക് മാത്രം ആ സന്തോഷ സമാധാനം നിലനിൽക്കത്തുള്ളൂ. എന്നാൽ ക്രിസ്തുവിൻ്റെ സമാധാനം ഉണ്ടല്ലോ, അത് നിത്യത വരെ എന്നെ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന സമാധാനമാണ് ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന ആ ദൈവത്തിൻ്റെ സമാധാനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സമാധാനം നമ്മളെ മുന്നോട്ട് നയിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മൾ കലങ്ങി പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ഹല്ലേലൂയ, അത് ലോകം തരുന്നതല്ല, ദൈവം തന്നേച്ച സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. യോശുവ 20-ാം 19 വാക്യം വായിക്കാം. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ക്രൂശിച്ച് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരൊക്കെ വാതിലടച്ച് പേടിച്ച് ഇരിക്കുകയാണ്. അടുത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ നാഥൻ കടന്നുപോയി. അല്ലെങ്കിൽ എല്ലാം ചെന്ന് ഓടിച്ചെന്ന് പറയുവാൻ, ഏത് സമയത്തും ആവശ്യങ്ങൾ പറയുവാൻ യേശു കർത്താവ് എന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ പേടിച്ച് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വാതിക്കൽ വന്ന് മുട്ടിയില്ല. എന്താണെന്നറിയാമോ? അവരുടെ നടുക്ക് വന്ന് മധ്യത്തിൽ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഇത് പൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വന്ന് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമാധാനത്തിൻ്റെ മാധുര്യം നമ്മുടെ മേൽ നിറയ്ക്കുവാനിടയായി തീരും. ആ ശക്തി നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവർ ഒരുമിച്ച് കൂടുവാനിടയായി തീർന്നു. അവരുടെ പുറമേയുള്ള വാതിലൊക്കെ അടച്ചു, മറ്റേ പേടി മുഖാന്തരം. ഇന്ന് പൽക്കാലം നമ്മുടെ പേടി മുഖാന്തരം പുറമേയുള്ള കണ്ണുകളൊക്കെ അടച്ചിരിക്കാം. ഹല്ലേലൂയ. വെളിയിലോട്ട് നോക്കുമ്പോൾ പ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടായിരിക്കാം. എന്നിട്ട് അവരൊരുമിച്ചിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ കടന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവിക സമാധാനം അവിടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, യേശു അവരെ വിട്ടു പോയെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ യേശുവിനെ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറുവാനിടയായി. അവർ പേടി മാറുവാനിടയായി തീർന്നു. അവർ പേടിച്ചാണ് ആയിരുന്നത്. എന്നാൽ പിന്നത്തേതിൽ യേശു പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പേടി മുഴുവനും
മാറി. എന്ത്? അസമാധാനം അവരുടെ ഹൃദയത്തിൽ വസിച്ചത് മുഖാന്തരം അവർ മറ്റ് യഹൂദന്മാരോ മറ്റാൾക്കാരെയോ അവർ പേടിപ്പാനിടയായില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം നമ്മളെ പേടിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ ദൈവിക സമാധാനം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനിടയായിത്തീരും. റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 17 വാക്യം വായിക്കാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആമേൻ. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന് കൊടുക്കുവാനുള്ള ഈ ലോകത്തിലെ ആഹാരങ്ങളൊന്നുമല്ല, ദൈവരാജ്യ ഭക്ഷണവും പാനീയവുമല്ല. എന്തെന്നറിയാമോ? നീതിയും സമാധാനവും എന്താണ്? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം നമ്മളത് പ്രാപിക്കുവാനിടയാകട്ടെ. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് നിറയുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ സന്തോഷത്താൽ ഇന്ന് പൽക്കാലം നമ്മൾ കടന്നു പോകുവാനിടയായി തീരണം. ദുഃഖങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ മുഴുവനും ഇവിടെ ക്രിസ്തുവിൻ്റെ കാൽവരിയുടെ ചുവട്ടിൽ ഇറക്കി വെച്ചിട്ട് സന്തോഷത്തോടെ ക്രിസ്തു നൽകുന്ന സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുവാനിടയായി തീരണം. ഗലാത്യലേഖനം 5:22 കാണുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ എന്ന് കാണുവാനിടയായി തീരും. ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കുവാനിടയായി തീരണം. ആ ഫലത്തിലുള്ള കാര്യമാണ് ഹല്ലേലൂയ. സ്നേഹം വേണം, സന്തോഷം വേണം, സമാധാനം വേണം. അതിനകത്ത് പറയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സമാധാനം കൊണ്ട് നമ്മൾ നിറഞ്ഞ് ആ ഫലം കായ്ക്കുന്നുവെങ്കിൽ സമാധാനമില്ലാത്ത ആൾക്കാർ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സമാധാനത്തിൻ്റെ ഫലം നമ്മളിൽ നിന്ന് ഫലിക്കുവാനും പറിച്ചെടുക്കുവാനിടയായി തീരും. നമ്മളിൽ നിന്ന് അത് അനുഭവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിലേക്ക് കണ്ണടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനേകം പേർക്ക് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഹല്ലേലൂയ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിച്ച സമാധാനം അവരിലേക്ക് ആ ഫലം അവർക്ക് വേണ്ടി കൊടുക്കുവാനിടയായി തീരണം. അവരുടെ അത് ഭക്ഷിക്കട്ടെ, അവരുടെ അത് ഭുജിക്കട്ടെ. ഹല്ലേലൂയ. ഇത് ഏറ്റവും നല്ലതെന്ന് പറയുവാനിടയായി തീരും. ദൈവം നൽകിയ ഫലമുണ്ടല്ലോ, നമ്മൾ മാത്രം കൊണ്ടു നടക്കുവാനല്ല, അത് മറ്റുള്ളവർ കൂടെ കാണിച്ചു കൊടുക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഇടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ സമാധാനം ആരൊക്കെയാണ് നൽകുന്നത്? റോമാലേഖനം 1 അധ്യായത്തിൻ്റെ 4 വാക്യം നോക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോസ്തലനോട് വിളിച്ച് പറയുന്നത് നമുക്ക് സമാധാനം ലഭിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു കർത്താവിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവിക സമാധാനമാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ആ സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വസിക്കുവാനിടയായി തീരുന്നത്. ദൈവം തരുന്ന ഹല്ലേലൂയ, യേശു കർത്താവ് തരുന്ന സമാധാന സന്തോഷമുണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആ സമാധാനം മറ്റാർക്കും എടുത്തു മാറ്റുവാൻ പറ്റത്തില്ല, അപകരിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനം. ഹല്ലേലൂയ. ആ ദൈവസ്ഥലോട് അടുത്ത് വരുമ്പോൾ, വചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ഉപവസിക്കുമ്പോൾ ആ സമാധാനം, സന്തോഷം ഹൃദയത്തിൽ ഹല്ലേലൂയ വസിക്കുവാനും വാഴുവാനും ഇടയായി തീരും. ഫിലിപ്പിയ ലേഖനം 4:6 കാണുവാനിടയായി തീരും. ഒന്നിനെ പറ്റിയും വിചാരപ്പെടല്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. അടുത്ത വാക്യമാണ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം എവിടെയായിക്കട്ടെ? നമ്മുടെ ഹൃദയത്തിലെ നിലവുകളും ക്രിസ്തുയേശുവിൽ കാക്കുവാനിടയാകട്ടെ. ഈ സമാധാനമുണ്ടല്ലോ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനമാണ്. ഒരു പെരുവെള്ളം ഹല്ലേലൂയ കടന്നു വന്നിട്ട് ഒരു ഭൂമിയെ മൂടുന്നത് പോലെ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ഹല്ലേലൂയ നമ്മുടെ ഹോളിലേക്ക് കടന്നു വന്നിട്ട് എല്ലാ ഹൃദയങ്ങളിലേക്ക് മൂടുവാനിടയാകട്ടെ. അത് ഇവിടെ കൊണ്ട് മാത്രം നിൽക്കുകയല്ല, അത് ഈ ദേശത്തിലേക്ക്, മാസ്റ്റാപ്പിളിലേക്ക് ഹല്ലേലൂയ ഇറങ്ങി ചെന്നിട്ട് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയിലും ആത്മഹത്യയുടെയും വക്കത്തായി നിൽക്കുന്ന അനേകം പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ സമാധാനം നമ്മൾ മറ്റുള്ളവർ കൊടുക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. സകല ബുദ്ധിയെ കവിയുന്ന ആ ദൈവത്തിൻ്റെ സമാധാനം ഹല്ലേലൂയ, അത് പ്രാപിച്ചിട്ട് മാത്രമേ ഇന്ന് പൽക്കാലം നമ്മൾ കടന്നു പോകാവൂ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, ഒന്നിനെ പറ്റി വിചാരപ്പെടൽ. അനേക വിഷയങ്ങളെ പറ്റി നമുക്ക് വിചാരപ്പെടാനുണ്ട്. എന്നാൽ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അത് ഭംഗിയായി ചെയ്യുവാനിടയായി തീരും. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവി, ഞാനത് ചെയ്തു തരാമെന്നാണ്.
ബുദ്ധിമുട്ടാണ്. പല വിഷയങ്ങളും പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, വേദനയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം അത് ഭംഗിയായി ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങളെ അപേക്ഷകളെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അത്രേ വേണ്ടിയത്. അനേക ആവശ്യത്തോടെ അനേക ആഗ്രഹങ്ങളോടെ ഇന്ന് പൽക്കാലം ദൈവസ്ഥലായിരിക്കും ദൈവം കൂടെ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. നമ്മുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ദൈവസ്ഥലിലേക്ക് അർപ്പിക്കുക. അത്രേ വേണ്ടത്. തലയുടെ ഉണക്കാൻ നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സമാധാനത്തെ പറ്റി പീസിനെ പറ്റി കേൾക്കുവാനിടയായി തീർന്നു. സമാധാനം നൽകുന്നത് ദൈവമാണ്. ലോകത്തിലുള്ള സമാധാനം അല്പനേരം കൊണ്ട് മാറിപ്പോകും. ദൈവത്തിലുള്ള സമാധാനം ശാശ്വതമായ സമാധാനമാണ്. ദൈവസ്ഥനിലോട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവേ, ഇന്ന് പൽക്കാല സമാധാനത്താൽ സന്തോഷത്താൽ എൻ്റെ ഹൃദയത്തെ ഒന്ന് നിറയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും നീറുന്ന ഹല്ലേലൂയ ഏതെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് പൽക്കാലം ഈ വചനം അയച്ച് എൻ്റെ സമാധാനം ഒന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. എൻ്റെ ഹൃദയം മുഴുവനും എൻ്റെ ജോലി സ്ഥലത്തായിരിക്കാം, എൻ്റെ കുടുംബത്തിലായിരിക്കാം, കുഞ്ഞുങ്ങളെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ദേശനിവാസികളെ പറ്റിയായിരിക്കാം, ഏതെങ്കിലും വിഷയത്തോടെ ഭാരത്തോടെ വേദനയോടെ ഇന്ന് പൽക്കാലം ദൈവസ്ഥലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർപ്പിക്കുവാനുള്ളത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. അല്പമിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, നന്ദി പറഞ്ഞാട്ട്, വെറുതെ മൗനമായിരിക്കാതെ അതരങ്ങളെ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തെ ആരാധിച്ചാട്ട് ഇന്ന് പൽക്കാലം ആ സന്തോഷം ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരട്ടെ. സ്വർഗീയ സമാധാനം, സ്വർഗീയ സന്തോഷം, സ്വർഗീയ വിടുതൽ ഇറങ്ങി വരട്ടെ. അത് ലോകത്തിന് തരുവാൻ പറ്റത്തില്ല, ആർക്കും അപകരിക്കുവാൻ പറ്റാത്ത ആ ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, ആ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യയിലേക്ക് ഒന്ന് ധാരാളമായി പകരുവാൻ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവേ, സകല ബുദ്ധിയെ കവിയുന്ന ആ ദൈവത്തിൻ്റെ സമാധാനത്താൽ ഇന്ന് പൽക്കാലം എന്നെ ഒന്ന് നിറയ്ക്കണമേ. ഇന്ന് പൽക്കാലം അത് മുട്ടോളമല്ല കർത്താവേ, അരയോളമല്ല കർത്താവേ, നീന്തിട്ടല്ലാതെ കടക്കുവാൻ വയ്യാത്ത ഒരു ദൈവിക സമാധാനത്താൽ സന്തോഷത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് ഇറങ്ങി വരണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവ പ്രാർത്ഥന കേൾക്കുവാന് കാണുവാന് ആരാധന മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. മൗനമായിരിക്കാതെ അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ദൈവസ്ഥലിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ചില മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ദൈവത്തെ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. രൈതതാല ജയ, രൈതതാല ജയ, രൈതതാല ജയ. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അല്പമിനിറ്റുകൾ ദൈവത്തെ ആരാധിച്ചാട്ട് ദൈവത്തിന് മൗത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവം നൽകിയ സമാധാനം ശിഷ്യന്മാർ പേടിച്ച് ഹല്ലേലൂയ ഭവനത്തിലായിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ കടന്നു വന്നിട്ട് പറയുകയാണ്, ഞാനൊക്കെ സമാധാനം. ഇന്ന് പൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ലോകം തരുന്ന സമാധാനമല്ല, സന്തോഷമല്ല. ഹല്ലേലൂയ. അല്പനേരം കൊണ്ട് ഈ ലോകത്തിലെ സമാധാനങ്ങൾ തീർന്നു പോകുമ്പോൾ നിലനിൽക്കാത്ത സമാധാനവും സന്തോഷവും ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, വേദനപ്പെടുന്നത്? ഇന്ന് പൽക്കാല ഭാരം ദൈവത്തിൻ്റെ കാൽവറി ക്രൂശിന്മേൽ ഇറക്കി വെച്ചിട്ടേ ഈ ഹോള് വിട്ടുവിടുന്ന് കടന്നു പോകാവൂ. അനേക ഭാരത്തോടെ ഈ ഹോളിലെ കഥ തുറന്നകത്തേക്ക് കയറിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് അത് മുഴുവനും യേശുവിൻ്റെ കാൽച്ചൂടിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സകല ഭാരവും മനുഷ്യൻ്റെ എല്ലാ ഭാവവും ഏറ്റെടുത്തുകൊണ്ട് ഇന്നേക്ക് 2025 വർഷം മുൻപ് കാൽവറി ക്രൂശിന്മേൽ ലോകത്തിൻ്റെ മധ്യസ്ഥാനമായ ഗോൽഗോഥായിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ആകാശനും ഭൂമിക്കും മധ്യേ സകല നിവൃത്തിയായെന്ന് പറഞ്ഞ് സ്വന്തം തോളിലേക്ക് ചായച്ച് തലകളെ ചായച്ച് യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി അവന് മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. ആ യേശുവിൻ്റെ സ്ഥലത്താണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പൽക്കാലം ഒന്ന് ഏൽപ്പിച്ചോട് ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ യഹൂദന്മാരെ പേടിച്ച് ഒറ്റയ്ക്ക് റൂമിൽ കയറി വാതിലടച്ചിരിക്കുമ്പോൾ അവരുടെ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. യേശുവിനെ പിടിച്ചുകൊണ്ട് പോയതുപോലെ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന അവർ ചിന്തിച്ചു. എന്നാൽ അവർ ചിന്തിച്ചത് വിചാരിച്ചു പോലല്ല നടന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് അവരുടെ മധ്യത്തിൽ വന്ന് നിന്നു. അവർ പേടിക്കുവാനിടയായി തീർന്നു. ഇത് ഭൂതമായിരിക്കും. യേശു കർത്താവ് തൻ്റെ കരം കാണിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യഹൂദന്മാരടിച്ച ആണിപ്പള്ളിയേറ്റ കരം അവരെ വിലാപ്പുറം കാണിക്കുവാനിടയായി തീർന്നു. കുത്തി തുളച്ച വിലാപ്പുറം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാല സമാധാനത്തിൻ്റെ ദൈവം, സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് പൽക്കാലം ചകച്ചെടുക്കേണ്ടതിന് ഏൽപ്പിച്ചോട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് പൽക്കാല ശക്തിയോടെ, കൃപയോടെ, ബലത്തോടെ, ദൈവകൃപയോടെ, അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ഹല്ലേലൂയ അല്പമിനിറ്റുകൾ ദൈവത്തിന് മൗത്വം കൊടുത്താട്ട്, ദൈവത്തിന് ബലം കൊടുത്താട്ട് ക്ഷീണിക്കേണ്ട ആവശ്യമില്ല, തളർന്നു പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പലതിനെ കണ്ട് കേട്ടിട്ട് ക്ഷീണിച്ച് തളർന്നു പോകുവാനല്ല, ഇന്ന് പൽക്കാലം സ്വർഗീയ ശക്തി
ശക്തിയാൽ, സ്വർഗീയ ബലത്താൽ, സ്വർഗീയ കൃപയാൽ, ഹല്ലേലൂയ, അത്യന്ത ശക്തി നിന്റെ മേൽ നേരിടുവാനിടയായി തീരും. ഭാരങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറി ദൈവസ്ഥലം സന്തോഷിപ്പാനിടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അല്പസമയം കടന്നു വന്ന് ദൈവസ്ഥലിൽ ആശ്രയിപ്പാൻ, ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ വചനത്തിന് മുൻപാകെ ജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരുടെയും ഹൃദയത്തിൽ സമാധാനമില്ലാതെ വേദനയോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ, ദൈവകൃപയാൽ ഓരോ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.